ഹായ് എല്ലാവർക്കും നമസ്കാരം. ഷിയാസാണ്. ഇന്ന് നമ്മൾ കോട്ടയ്ക്കൽ വെന്നിയൂർ നമ്മളൊരു പുതിയ ഇൻറ്റീരിയർ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീട്ടിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റിന് നമുക്ക് കിട്ടുന്നത് ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ വരുമ്പോൾ നമുക്കൊരു ടി വി ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ലൂവർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗം നമ്മൾ കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻറ്റിങ്ങിലാണ്. ഇങ്ങോട്ട് വരുമ്പോഴും ഒരു ലൂവർ പാനലിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡബിൾ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീലിങ്ങും ആ ഒരു ഭംഗിയിലാണ്, അതിൻ്റെ ഒരു സ്ലോപ്പ് റൂഫിലാണ് സീലിങ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു ചെറിയൊരു പാർട്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഡൈനിങ് ആൻഡ് ലിവിങ്ങിലോട്ട് വേണ്ടിയിട്ട്. ഒരു മെറ്റൽ പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ആർക്ക് ഡ്രൈവാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഡൈനിങ്ങിന് വേണ്ടിയിട്ട്. പിന്നീട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ്, നമുക്കതുപോലെ ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു സിറ്റിംഗ് കം ഒരു സ്റ്റോറേജ് കൊണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മാർബിൾ ഷേപ്പ് ടൈപ്പിലുള്ള വരുന്ന പാനലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ലൂവേഴ്സിൻ്റെ ഒരു വർക്കും അതിൽ ഈ കോർണർ യൂണിറ്റിൽ നമ്മളൊരു ചെറിയൊരു കോർണറിൽ വെക്കാവുന്ന രീതിയിലുള്ള ക്യൂരിയസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വീട്ടിൽ വരുന്ന വാഷ് ബേസിൻ, കോമൺ വാഷ് വരുന്നത്. ഇതിൽ നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ടച്ച് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വോളിൽ നമ്മൾ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ ടെക്സ്ചറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് വാക്സിംഗ് ഒക്കെ ഉള്ള കാരണം ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസാണ് ചുമരിൽ വരുന്നത്. ഒരുപാട് ഒരു 3-4 കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ടെക്സ്ചറിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഈ 2 ബെഡ്റൂമിലോട്ട് താഴത്ത് ടോട്ടൽ ഈ വീട്ടിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഇതിൽ മാസ്റ്റർ ബെഡ്റൂം, ഇത് ഒരു കിഡ്സ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരു സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സോഫ സെറ്റും കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇതൊരു പേഷ്യ പോലെ കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ബെഡ്റൂമിനെ നമ്മൾ കിഡ്സ് ബെഡ്റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ബങ്കർ ബെഡ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും കൊടുത്ത് കുട്ടികൾക്ക് നല്ല സൗകര്യത്തിൽ മുകളിലോട്ടും അതുപോലെ താഴത്തും കൊടുക്കാവുന്ന രീതിയിൽ. പിന്നീട് ഇതിലൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ, പിന്നെ ഒരു സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനനുസൃതമായിട്ടുള്ള സീലിങ്ങിൽ നമ്മളൊരു കിഡ്സ് തീമിൽ തന്നെയാണ് ഇതിൻ്റെ സീലിങ്ങും കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ രീതിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന നമ്മുടെ വൈഫിൻ്റെ കൂടി അഭിപ്രായങ്ങൾ അവർക്ക് വളരെയധികം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് സന്തോഷമുണ്ടായ കാര്യം. അതുപോലെ വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3Dയിൽ എങ്ങനെയായിരുന്നു ഡിസൈൻ ഉണ്ടായിരുന്നത്, അതിൻ്റെ ഓൾമോസ്റ്റ് 100% എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെ അവരത് കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ അതിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു കിങ് സൈസ് ബെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഖാലിദ് ഭായ് കൂടുതലും വർക്ക് അറ്റ് ഹോമാണ്. അപ്പോൾ പുള്ളിയുടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് ഒരു വർക്കിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് മാച്ച് ചെയ്തിട്ടൊരു ഓവർ ഹെഡ് യൂണിറ്റ്. പിന്നീട് ഇവിടെ വരുന്നത് ഇവിടെ സ്പേസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ സൈഡിലാണ് നമ്മളൊരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബോട്ടം യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. കിങ് സൈസ് ബെഡാണ്. അതിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡ് ടേബിൾ, വാൾ പാനലിംഗ് ആയിട്ടൊരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് സീലിംഗ് നമ്മളുടെ എക്സ്റ്റീരിയറിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള സ്ലോപ്പ് റൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ സീലിങ്ങിലും കൊടുത്തിരിക്കുന്നത്. അതിൽ നല്ല പ്രൊഫൈലായിട്ടൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇതിൽ നമ്മളൊരു 4 ഡോർ സ്വിങ് വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ റൈറ്റൻസ് കൊടുക്കാനുള്ള കാരണം മെയിൻലി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ CCTVയുടെ യൂണിറ്റ് ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഫുൾ ലെങ്ത്ത് മിറർ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഈ വോളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ പേരൻസ് ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു പ്രെയർ റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസാണ്. ആ സ്പേസിൽ നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇതിലൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് ലൂവേഴ്സ് കൊണ്ടാണ് ഈ ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതങ്ങനെ നമുക്കതങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സൗകര്യപ്രദമായിട്ട് വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഫോൾഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്.
ഈ ചെറിയൊരു സ്ഥലത്ത് നമ്മളൊരു പ്രയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷനൊക്കെ കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് അവിടെ ഒരു ബെഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഒരു സ്പേസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ബെഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്ലൈഡിങ് വാർഡ്രോബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഹെഡ് ബോർഡും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ. വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡുലാർ കിച്ചൺ തന്നെയാണ് നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോട്ടം യൂണിറ്റ് നമ്മൾ ലാക്കറ്റ് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാൾ യൂണിറ്റിൽ ഇവിടെയും ഗ്ലാസ് ഡോറുകളാണ് ഫ്രെയിം ചെയ്തിട്ട് ഗ്ലാസ് ഡോറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ്, ഡബിൾ തിക്നെസ്സിൽ കൊടുത്തിരിക്കുന്നു. പിന്നെയുള്ള എല്ലാ അക്സസറീസുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്കിലോട്ട് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതി എളുപ്പത്തിലുള്ള സിങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മോഡുലാർ കിച്ചണിൽ നമ്മൾ കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ അക്സസറീസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈലം ബോക്സ് ആയാലും. പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫേബറിൻ്റെ ഹുഡൻ ഹോബാണ്. ടച്ചോട് കൂടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹുഡൻ ഹോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇൻബിൽറ്റ് ഓവൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമ്മളൊരു ഫുൾ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഈ ടോൾ യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് മസാലകൾ എല്ലാ സംഭവങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു ടോൾ യൂണിറ്റ് കൂടി കൊടുക്കുന്നത് നല്ലതാണ്. എക്സസറി ഉള്ള ടോൾ യൂണിറ്റ് കൊടുക്കുന്നത്. മനോഹരമായൊരു സ്റ്റെയർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ വുഡാണ് ഇവിടെ പാനയായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹാൻഡ് റെയിൽ, അത് ടഫൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. മുകളിൽ വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് 2 ബെഡ്റൂമാണ്. ഒരു ലെഫ്റ്റിലും പിന്നെ റൈറ്റിലുമായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പർ ലിവിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സോഫ കൊടുക്കാനുള്ള സ്പേസ് മാത്രമാണ് ഉള്ളത്. പിന്നീട് ഇവിടെ ഉള്ളത് ഡബിൾ ഹൈറ്റാണ്. ഇവിടെ കുറച്ച് ഹൈറ്റിൽ തന്നെയാണ് ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിന് ആ സ്ലോപ്പിനനുസരിച്ചിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നല്ലൊരു ഷാൻലിയർ ലൈറ്റ് കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നല്ല വർക്കുകൾ ചെയ്യാൻ ഷാസിക്കാക്കും ടീമിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ എല്ലായിടത്തും നമ്മളുടെ സേവനം ലഭ്യമാണ്. നിങ്ങളുടെ വീടിൻ്റെ മനോഹരമായി ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുവാനും എക്സിക്യൂഷൻ ചെയ്യുവാനും നമ്മളെ വിളിച്ചാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.